إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إني وجهت وجهي للذي فطر السماوات والأرض إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്നതിലേക്ക് നമുക്ക് വഴി കാണിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രഭാത നിസ്കാരത്തിന് ശേഷം, ഫജ്റിന് ശേഷമുള്ള നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥന അതിപ്രകാരമാണ്. വ്യത്യസ്ത റിവായത്തുകളെ വിഷയത്തിലുണ്ടെങ്കിലും ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്, അല്ലമ അൽബാനി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമിഇൽ സഹീഹാണ് എന്ന് ഹുക്മ നൽകിയ ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം وكلمة الإخلاص ودين نبينا محمد صلى الله عليه وسلم وملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. വല്ലാത്ത അർത്ഥമുള്ള ഒരു പ്രാർത്ഥന. ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായി ഞങ്ങളിതാ പ്രഭാതത്തിൽ പ്രവേശിച്ചു. ഏക ഇലാഹിലുള്ള വകലിമത്തുൽ ഇഖ്ലാസ് തൗഹീദിന്റെ വചനത്തിലായി, വദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായി. അടുത്ത വരി, വമില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ. മുസ്ലിമും ഹനീഫുമായ അഥവാ ശിർക്കിനോട് വിമുഖത കാണിച്ച് തൗഹീദിലേക്ക് തിരിഞ്ഞവനായ ഞങ്ങളുടെ പിതാവ് അബൂന അബുൽ അംബിയ ഇമാമുൽ മുവഹിദീൻ ഖലീലുർ റഹ്മാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിലായി ഞങ്ങളിതാ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. സുബ്ഹാനക യാ അലീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗമായ ഹനീഫിയത്തിലായിക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ പോലും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിച്ചവരൊക്കെ പ്രാർത്ഥിച്ചത്.
എന്താണ് ഹനീഫിയ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗമായ ഹനീഫിയ എന്ന് പറഞ്ഞാൽ ദീൻ അള്ളാഹുവിനെ മാത്രം ഖാലിസാക്കിക്കൊണ്ട്, തനിച്ചാക്കിക്കൊണ്ട്, നിഷ്കളങ്കമാക്കിക്കൊണ്ട് നാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗമാണ് ഹനീഫിയത്ത് എന്നറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളെ വിഷയത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇംറാൻ 67-ാമത്തെ ആയത്തിൽ കാണാം, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. അദ്ദേഹം യഹൂദനല്ല, ക്രിസ്ത്യനല്ല, യഹൂദനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഹനീഫും മുസ്ലിമുമായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. ആരാണ് ഇബ്രാഹിം നബി? മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവാണ്. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവാണ്. അള്ളാഹു ഖണ്ഡിതമായി പറയുന്നു, ഇബ്രാഹിം യഹൂദിയല്ല, ഇബ്രാഹിം നസ്രാനിയല്ല, ഇബ്രാഹിം മുശ്രിക്കല്ല. പിന്നെ ആരാണ് ഇബ്രാഹിം? ഇബ്രാഹിം മുസ്ലിമാണ്, ഹനീഫാണ്. ഇബ്രാഹിം മുസ്ലിമാണ്, ഹനീഫാണ്. ശരി പ്രിയമുള്ളവരെ, അപ്പോൾ എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോഴും കേൾക്കുന്ന പദമാണ്, പറയാറുള്ള പദമാണ്, പ്രാർത്ഥനകൾ ഉച്ചരിക്കാറുള്ള പദമാണ്. ഹനീഫായ മാർഗം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഐ മുതഹന്നിഫൻ അനിശ്ശിർകി ഖസ്ദൻ ഇലൽ ഈമാൻ എന്നാണ്. എന്താണ് ഹനീഫ്? ശിർക്കിൽ നിന്നും ഈമാനിലേക്ക് ബോധപൂർവം, മനഃപൂർവം, മനസ്സറിഞ്ഞുകൊണ്ട് മാറി നിന്നവൻ എന്നാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിച്ചത്. എന്നിട്ട് കൂടെ കൊടുക്കുന്നത് കാണാം, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന സൂറത്തുൽ ബഖറയിലെ 135-ാമത്തെ ആയത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് തെളിവായി കൊടുക്കാൻ. എന്താണത്? മുതഹന്നിഫൻ അനിശ്ശിർകി ഖസ്ദൻ ഇലൽ ഈമാൻ, ശിർക്കിൽ നിന്നും ഈമാനിലേക്ക് ബോധപൂർവം മാറി നിന്നവൻ, അതാണ് ഹനീഫ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളമായി ഈ പദം ഇങ്ങനെ ആവർത്തിച്ചു. 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, ഹനീഫായി ജീവിക്കുന്ന, അഥവാ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. 3 കാര്യമാണ് പ്രധാനമായി ഈ ആയത്തിൽ പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ കൂടിയാണ്. ഒന്നാമത്തത്, അദ്ദേഹം ഉമ്മത്താണ് എന്നാണ്. ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകളൊക്കെ പറയുന്ന കാര്യമുണ്ട്. അന്നഹുൽ മുഅ്മിനു വഹ്ദഹു ഫീ സമാനിഹി. ഇമാം ലഹാഖ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ വാക്ക് പറയുന്നുണ്ട് എന്ന് മുഫസ്സിറുകൾ പറയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്താണ്? അന്നഹുൽ മുഅ്മിനു വഹ്ദഹു ഫീ സമാനിഹി. അദ്ദേഹത്തിന്റെ കാലത്തെ ഒരേ ഒരു വിശ്വാസി, സർവരും മുശ്രിക്കിലാണ്, സർവരും ശിർക്കിലാണ്, കുഫറിലാണ്, ദുൽമിലാണ്, ഫിസ്ഖിലാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള തമ്മാടിത്തത്തിന്റെ ലോകത്താണ്, നെറുകേടിലാണ്. പിതാവ് പോലും അങ്ങനെയാണ്. അന്ന് ഏകനായ ഒരേ ഒരുവൻ, അതായത് ഒരു സമൂഹം ചെയ്യേണ്ടുന്ന പ്രവർത്തനം ഒറ്റ കേട്ടെടുത്ത് തൗഹീദിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാനായ ഇമാം ഖത്താദ, ഇമാം മുഖാത്തിൽ, അബൂ ഉബൈദ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിഅ, മുഫസ്സിറുകളിൽ
പൂർവികരിൽപ്പെട്ട അഗ്രഗണ്യരായ ഇമാമിങ്ങളൊക്കെ പറയുന്നു, അന്നഹുൽ ഇമാമുല്ലദി യുഖ്തദാ ബിഹി. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം നന്മയിൽ പിന്തുടരപ്പെടാവുന്ന ഒരു ഇമാമായിരുന്നു എന്നാണ്. പൂർണ്ണ മാതൃക. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഇതേ വാക്ക് മുഹമ്മദ് നബിയെ കുറിച്ച് കാണാം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിമും പുത്രനായ അല്ലെങ്കിൽ പേരക്കുട്ടിയായ പിൻഗാമിയായ നുബുവത്ത് അവസാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള അനേകം സാമ്യതകളിൽ ഒന്നതാണ്. രണ്ടാളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഉത്തമ മാതൃക എന്നാണ്. അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ മുർസലീങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഉലുൽ അസ്മിൽപ്പെട്ട റസൂലായ നബിയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. നന്മയിൽ പിന്തുടരപ്പെടാവുന്ന ഒരു ഇമാം. രണ്ടാമത്തെ അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരുന്നു. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസ്സ വഹിക്കുകയും അവ നടപ്പാക്കുന്നതിൽ തികഞ്ഞ അനുസരണയോട് പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം. ഇമാം ഇബ്നു മസ്ഊദ്, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാനിതൻ ലില്ലാഹ് എന്നതിന് നൽകിയ തഫ്സീർ മുതീഅൻ ലില്ലാഹ് എന്നാണ്. അള്ളാഹ്ക്ക് തികഞ്ഞ അനുസരണയോട് പ്രവർത്തിച്ചവൻ. ദഅവത്ത് നടത്താൻ കൽപ്പിച്ചു, ദഅവത്ത് നടത്തി. പിതാവിനോട് പറയാൻ കൽപ്പിച്ചു, പിതാവിനോട് പറഞ്ഞു. നാട്ടിനോട് കൽപ്പിച്ചു, നാട്ടുകാരോട് പറഞ്ഞു. വീടും നാടും എതിരായി, എല്ലാം എതിരായി. അതോടൊപ്പം തന്നെ തന്റെ വയസ്സുകാലത്ത് ആറ്റുനോറ്റുണ്ടായ അരുമസന്ധാനത്തെ അറുക്കാനുള്ള കൽപ്പിച്ചു. അദ്ദേഹം അറുക്കാൻ തയ്യാറായി. അതിനു മുമ്പ് സംസമിന്റെ ചരിത്രം ഉറങ്ങുന്നിടത്ത് മക്ക നഗരിയിൽ ഉമ്മുൽ ഖുറയിൽ ഭാര്യ ഹാജറയെയും പൊന്നുമോനെയും കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. കൊണ്ടുപോയാക്കി. ഇബ്രാഹിം അല്ലദീ വഫാ, പൂർണ്ണമായി തികഞ്ഞ അനുസരണമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, ഒരു വാക്കുകൊണ്ടുപോലും അല്ലാഹുവിനെതിരെ അരിശം പ്രകടിപ്പിക്കാതിരുന്ന മുതീഅൻ ലില്ലാഹ്, അതാണ് ഖാനിതൻ ലില്ലാഹ്. അല്ലാഹു ആ മാതൃക ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ വസഫ് പറഞ്ഞത്, അദ്ദേഹം ആരാണ്? അദ്ദേഹം ഹനീഫാണ്. ഈ ഹനീഫാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നതോടൊപ്പം തന്നെ ഹനീഫാണ്. നേരെ മലയാളത്തിലേക്ക് ചുരുക്കി ഒരു വാക്കിൽ പറഞ്ഞാൽ, നേർവഴിയിൽ ശിർക്കിൽ അകപ്പെടാതെ, ശിർക്കിന്റെ ഇനങ്ങളിൽ അകപ്പെടാതെ, ശിർക്കിന്റെ വകുപ്പുകളിൽ പോലും കടന്നു പോകാതെ, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ശുദ്ധമായ തൗഹീദിൽ വഹ്ദാനിയത്തിൽ നിലകൊള്ളുന്നവരായിരുന്നു അദ്ദേഹം. ഹനീഫ് എന്ന് പറഞ്ഞാൽ അല്ലമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കെന്തറിയോ? ഹനീഫൻ എന്ന് പറഞ്ഞാൽ മുഖ്ബിലൻ അലല്ലാഹി ബിൽ മഹബ്ബ വൽ ഇനാബ വൽ ഉബൂദിയ്യ മുഅരിളൻ അമ്മൻ സിവാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെയുള്ളതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു വിഗ്രഹവും ഒരു പടപ്പും ഒരു നബിയും ഒരു റസൂലും അപ്പുറത്തില്ല. എല്ലാറ്റിൽ നിന്നും മാറി അങ്ങേയറ്റത്തെ ഹുബ്ബോടുകൂടി, സ്നേഹത്തോടുകൂടി, താഴ്മയോടുകൂടി, ഉബൂദിയ്യ അടിമത്തത്തോടെ അള്ളാഹുവിലേക്ക് മുന്നിടുന്നവൻ, അതാണ് ഹനീഫ്. ഈ ഹനീഫിയത്തിൽ ഞങ്ങളെ ചേർക്കണേ, ഈ ഹനീഫിയത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്നാണ് ഇന്ന് രാവിലെ പോലും നമ്മൾ പറഞ്ഞത്. ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിലേക്ക് വരാത്ത മഹാനായ ഹാഫിദ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹനീഫിന് തഫ്സീർ നൽകിയത് അൽ മുൻഹരിഫു ഖസ്ദൻ അനിശ്ശിർകി ഇല തൗഹീദ് എന്നാണ്. മറ്റൊരു ആയത്തിന് വിശദീകരണം പറഞ്ഞത് അൽ മുൻഹരിഫു ഖസ്ദൻ അനിശ്ശിർകി ഇല തൗഹീദ്. നമ്മുടെ മലയാളത്തിൽ എഴുതപ്പെട്ട പരിഭാഷകളിലൊക്കെ ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുവാനസനായ നിലയിൽ, ചൊവ്വായ നിലയിൽ, നേർമാർഗത്തിലായ നിലയിൽ എന്നൊക്കെ പറഞ്ഞ വിഷയം വ്യക്തമാവില്ല. വളരെ കൃത്യമാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. എന്താണ്? ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ബോധപൂർവം മനഃപൂർവ്വം മാറി നിന്നവരെന്നാണ്. അതായത് ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിലേക്ക് വരാതെ കാത്തു സൂക്ഷിച്ചവെന്നാണ്. അതാണ് ഹനീഫ്. ആ ഹനീഫായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനം
വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ വാക്ക്? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഞാൻ ഹനീഫായി. എന്താ ഹനീഫായി? ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ബോധപൂർവം മാറി നിന്നവനായി, സ്നേഹത്തോടെയും താഴ്മയോടെയും അടിമത്തത്തോടെയും അള്ളാഹുവിലേക്ക് മുന്നിടുന്നവനായി എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവരിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവവാദികളിൽ മുശ്രിക്കുകളിൽ പെട്ടവനേ അല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നും ശിർക്കിന്റെ വരണ്ട ഭൂമിയിലേക്ക് ഇബ്രാഹിം നബി വലിച്ചഴച്ചവരുണ്ട്. ഇന്നും അത്തരക്കാരുണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലെന്ന് പറഞ്ഞവരാ. യഹൂദന്മാർ ഇബ്രാഹിം നബിയുടെ മക്കളാണ്, മാർഗത്തിലാണെന്ന് പറഞ്ഞവരാ. നസാറാക്കളും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്റാനിയൻ വലകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ മൂന്ന് കൂട്ടർക്കുമുള്ള മറുപടി, ഒപ്പം അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ആരാണ്? ഞാൻ മുസ്ലിമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ആക്കുമാറാകട്ടെ. ഈ ആയത്തിന് 6-ാമത്തെ അധ്യായം സൂറത്തു അൻആമിന്റെ 79-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മാഇലൻ അനിശ്ശിർകി ഇല തൗഹീദ്. മാഇലൻ അനിശ്ശിർകി ഇല തൗഹീദ്, അതായത് ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചായ്വുള്ളവൻ, ഒരിക്കലും ശിർക്കിനോട് ബന്ധമില്ലാത്തവൻ. എത്രത്തോളം ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അള്ളാഹുവിലേക്ക് ഹനീഫായി എന്റെ മുഖത്തെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവരിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ ലില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം തിരിച്ചു. മുഖ്ബിലൻ അലൈ, അവനിലേക്ക് മാത്രം മുന്നിടുക. മുഅരിളൻ അമ്മൻ സിവാ, മറ്റെല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചിലപ്പോൾ ആലോചിക്കാം, എന്തിനാ ഈ ശിർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പറയണത്? എന്തിനാ ഈ തൗഹീദ് ഇങ്ങനെ ഇടക്കിടക്ക് പറയണത്? എന്തിനാ ഇതൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കണത് എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ ശിർക്കിനെതിരെ പോരാടിയ, ശിർക്കിനെതിരെ യുദ്ധം നയിച്ച, ശിർക്കിന്റെ ഗോപുരങ്ങൾക്കിടയിലേക്ക്, ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സർവ്വ വിഗ്രഹങ്ങളെയും തകർക്കുകയും കൂട്ടത്തിൽ ഒന്നിന്റെ കഴുത്തിൽ കോടാലി തൂക്കുകയും ഇതിന് യുക്തിപരമായി അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത് തൗഹീദ് സ്ഥാപിച്ച മഹാൻ, അദ്ദേഹം ഒടുക്കം അല്ലാഹുവിനോട് നടത്തുന്നൊരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന അറിയോ? ആ പ്രാർത്ഥനയെ കുറിച്ച് അഖീദ ഗ്രന്ഥങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് ഖൽബ് പൊട്ടിയ പ്രാർത്ഥന എന്നാണ്. ഹൃദയം പൊട്ടിയ പ്രാർത്ഥന. എന്താ ഹൃദയം പൊട്ടിയ പ്രാർത്ഥന എന്നറിയില്ലേ? എന്താണ്? തൗഹീദുള്ളവർ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന, ശിർക്കിനെ പേടിക്കുന്നവർ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന. അതെന്താ? വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഏത് വിഗ്രഹങ്ങളെ തച്ചുടച്ച് മറ്റൊന്നിന്റെ കഴുത്തിൽ കോടാലു തൂക്കിയ മഹാൻ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ എന്നെയും ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തേണമേ എന്നാണ്. അതാണ് ഹനീഫ്. മാഇലൻ അനിശ്ശിർകി ഖസ്ദൻ ഇല തൗഹീദ്, അല്ലെങ്കിൽ മാഇലൻ അനിശ്ശിർകി ഇല തൗഹീദ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളൊരു അല്പം കൂടി വ്യക്തമായി, നമ്മൾ മലയാളികളാണല്ലോ, അതുകൊണ്ട് മലയാളികൾക്ക് ഈ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കാര്യം പറയാം. ഹനീഫ് എന്ന് പറഞ്ഞാല് അറബിയിൽ എന്താ പറയുന്നത്? ഹനീഫ് എന്ന് പറഞ്ഞാൽ മുടന്തുള്ള, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അറബിയിൽ ഹനീഫ് എന്നാ പറയാ. അല്ലാഹു അക്ബർ, വല്ലാത്തൊരു വാക്കാണ്. അതായത് മുടന്തുള്ളവരാണ്, ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞു നടക്കുന്ന ഒരാൾക്ക് അറബിയിൽ ഹനീഫ് എന്ന് പറയാം. ഇവിടെ എന്താ ഹനീഫ്? അള്ളാഹുവിനെ ഏകനാക്കുക, വഹ്ദാനിയ, ലില്ലാഹി വഹ്ദഹ, ഒരു ഒന്നിലും, അസ്മായിലും നാമങ്ങളിലും സിഫാത്തിലും അഫ്ആലിലും ഒന്നിലും അള്ളാഹുവിലേക്ക് പങ്കുചേർക്കാതെ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദിലേക്ക് പൂർണ്ണമായി ചെരിഞ്ഞു നിൽക്കുകയും അള്ളാഹുവിലേക്ക് പങ്കുചേർക്കുക
എന്ന ശിർക്കിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിൽക്കുകയും ചെയ്തതിനാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെ ഹനീഫിയത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നാണ്. അതാണ് ഹനീഫിയത്ത്. അതാണ് നമ്മളിന്ന് രാവിലെയും പ്രാർത്ഥിച്ചത്. ഏത്? ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാക്കണമേ എന്നുള്ളത്. ഏതാണ് ഹനീഫ്? ഷിർക്കിന്റെ ഒരു കണികകൾ പോലും ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ബദ്ധശ്രദ്ധ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ഒരു ഹനീഫിയത്തിലേക്കാണ് ലോകത്തിന്റെ നേതാവായ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദഅവത്ത് നടത്തിയത്. ഏതിലേക്ക്? ഈ ഒരു ഹനീഫിയത്തിലേക്ക്. നബി പറഞ്ഞ വാക്കെന്തറിയോ? ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനാ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. പറയുക നബിയെ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും എന്റെ റബ്ബ് എന്നെ നേരായ പാതയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിച്ചിരിക്കുന്നു. ഏതാണത്? ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഹനീഫായ ഇബ്രാഹിമിന്റെ ആദർശത്തിലേക്ക്. അതേതാണ്? ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത മതത്തിലേക്ക്. അതേതാ? അതാണ് ഹനീഫിയ. അതാണ് അൽ ഇസ്ലാം. ഹനീഫിയത്തിലേക്ക്. എന്നിട്ടോ വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ ഹനീഫിയത്ത് ലോകർക്ക് മുന്നിൽ അവതരിപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഹനീഫിയത്തിന് വിശദീകരണം പറയുന്നിടത്ത് അഹ്ലുസുന്ന വൽ ജമാഅ, അതിന്റെ കിബാറുകളായ പണ്ഡിതന്മാർ ഒക്കെ കൊടുക്കുന്ന ഒരു ആയത്തെന്തറിയോ? ഈ ഹനീഫിയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അവർ അവരുടെ കിതാബുകളിൽ എടുത്തു കൊടുക്കുന്നൊരായത്ത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹ് പറയണത്, എനിക്ക് അഥവാ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി എന്നാണ്. അതായത് ഒരു കറയും ഒരു ചെരിവും ഒരർത്ഥത്തിലുമുള്ള സ്പർശനവും ശിർക്കിന്റേതായി കടന്നു വരാത്തൊരു ഇബാദത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയിൽ നിന്ന് ആവശ്യപ്പെട്ട ലോകത്തുള്ള എല്ലാ നബിമാരും അള്ളാഹ്ക്ക് സമർപ്പിച്ചത് ഈ ഹനീഫിയത്താണ്. എത്രത്തോളം മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതാണ്. ഈ ഹനീഫിയത്ത് സ്വീകരിക്കൽ നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ഹനീഫിയത്ത് സ്വീകരിക്കൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുൽ സദഖല്ലാഹ്, പറയുക നബിയെ, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഊ, ആകയാൽ നിങ്ങൾ പിന്തുടരുക. മില്ലത ഇബ്രാഹിമ ഹനീഫ, ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം വിവരിക്കുന്നത് കാണാം. ഫത്തബിഊ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ. അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ആകയാൽ ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഐ اتبعوا ملة إبراهيم التي شرعها الله في القرآن على لسان محمد صلى الله عليه وسلم فإنه الحق الذي لا شك فيه ولا مرية. എന്താണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്? ഇബ്രാഹിമി മാർഗം പിന്തുടരുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ഫളിലുള്ള നാവിലൂടെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നിയമമാക്കിയ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്നതാണ് അർത്ഥം. എന്നിട്ട് ഇബ്രാഹിമി മില്ലത്ത് എന്താന്ന് പറഞ്ഞു തരാൻ. വഹിയത് അത്ത്വരീഖത്തുല്ലതി ലം യഅതി നബിയ്യുൻ ബിഅക്മല മിൻഹാ വലാ അബയന വലാ ഔളഹ വലാ അതമ്മ. ഇത്രയും വ്യക്തവും സമ്പൂർണവുമായ ഒരു ത്വരീഖത്ത് മുമ്പൊരു നബിയും കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അതാണ് ഇബ്രാഹിം മില്ലത്ത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം
ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ ആയത്താണ് അതിന് ഉപോത്ബലകമായി സൂറത്ത് അൻആമിൽ 161-ാമത്തെ ആയത്താണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി കൊണ്ടുവന്നത്. കൂടാതെ വഖാല തആല അല്ലാഹുനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. പിന്നീട് ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരണം എന്ന് നബിയെ നിനക്കത് വഹി നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇബ്രാഹിം ശിർക്കിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിച്ച ഏറ്റവും കൃത്യമായ ഖുർആനിൽ ദീനായി നമ്മെ പഠിപ്പിച്ച ഹനീഫിയത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. സഫ് ക്രമീകരിച്ചിരിക്കണേ എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളോടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട മാർഗം ഈ മില്ലത്താണ്. ഏത് മില്ലത്ത്? ഇബ്രാഹിമിന്റെ മില്ലത്ത്. ഇത് അല്ലാഹു കൽപ്പിച്ചതാണ്. കേവലം ഒരു പ്രവാചകനെ കുറിച്ചുള്ള പഠനമല്ലത്. ഇത് ആദമും അവിടുന്ന് ഇങ്ങനെ തുടങ്ങി, ഇദ്രീസ്, നൂഹ് ഇങ്ങനെ വന്ന് പിന്നീട് ഇബ്രാഹിം, അങ്ങനെ ഇസ്ഹാഖ്, ഇസ്മായിൽ, അവിടുന്ന് ഇങ്ങനെ വന്നാൽ പിന്നെ യാഖൂബ് പരമ്പര, അതിനകത്ത് യൂസുഫ് നബി, പിന്നീട് വന്ന മൂസ നബി, കൂടെ ഹാറൂൻ നബി, അവിടുന്ന് ഇങ്ങോട്ട് വന്ന ബനൂ ഇസ്രായേലി പരമ്പര അവസാനിക്കുന്നത് ഇസ്മായിൽ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ മറ്റൊരു സിൽസില ഇസ്മായിലൂടെ കടന്നു വന്ന് അറബ് സംസ്കാരത്തിന്റെ പിതാവായി അറിയപ്പെട്ട അദ്നാനികളുടെയും കഹ്താനികളുടെയും യാറബിന് കഹ്താൻ എന്ന് പറയുന്ന അറബി വംശത്തിന്റെ പിതാവിലൂടെ ഇങ്ങനെ വന്നിട്ട് അവസാനം ബനൂ ഹാഷിമിൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായി വസ്തഫാനി 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 എന്നിങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന ഒരു പരമ്പരയെ കുറിച്ചുള്ള പഠനമല്ല. ഞാൻ അതല്ല നിങ്ങളോട് പറയണത്. കേവല പ്രവാചക പാരമ്പര്യത്തെ കുറിച്ചുള്ള പഠനമല്ല. പിന്നെ ഈ ഇബ്രാഹിമിന്റെ മാർഗമാണ് ഇസ്ലാം. അതാണ് ഹനീഫിയത്ത്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹനീഫിയത്താണ് ഇസ്ലാം. നമ്മോട് പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട മാർഗം അതാണ്. അല്ലാഹു പറഞ്ഞെന്തറിയോ? വഖാലു കൂനൂ ഹൂദൻ ഔ നസാറാ തഹ്തദൂ ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ യഹൂദന്മാരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബി താങ്കൾ പറയുക, അതല്ല, ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. യഹൂദിയത്തല്ല, നസ്രാനിയത്തല്ല, അഹ്ലുൽ ശിർക്കിന്റെ മാർഗമല്ല, അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തിന്റെ മാർഗമല്ല. പിന്നെ ഏതാ പിൻപറ്റേണ്ടത്? ഹനീഫിയ. ഹനീഫിയ, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി തൗഹീദിലേക്ക് ചാഞ്ഞ ഒരു ജീവിതം. എന്നിട്ട് വീണ്ടും പറയാം വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ ഹനീഫിയത്ത് പറയുമ്പോഴൊക്കെ കൂടെ പറയുന്ന വാക്കാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കിൽപ്പെട്ടവനായിരുന്നില്ല. എത്രത്തോളം? ഇത് സൂറത്ത് ബഖറ 135-ാമത്തെ ആയത്താണ്. സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 105-ാമത്തെ ആയത്ത്. അവിടെ കാണാം വഅൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഹനീഫായി കൊണ്ട് നബിയോട് പറയാൻ, ഹനീഫായി കൊണ്ട് നിന്റെ മുഖത്തെ മതത്തിന് നേരെയാക്കി നിർത്തണമെന്നും നീ മുഹമ്മദ് നബിയെ താങ്കൾ മുശ്രിക്കുകളിൽപ്പെട്ടവനായിരിക്കരുതെന്നും ഞാൻ താങ്കളോട് കൽപ്പിക്കുന്നു എന്നാണ്. നബിയോട് കൽപ്പിച്ചതുപോലും ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിൽക്കാനാണ്. അതാണ് ഹനീഫിയ. ഹനീഫിയ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും മുഹമ്മദ് നബിയോടുള്ള കൽപ്പിക്കണം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ആകയാൽ ഹനീഫായി നിന്റെ മുഖത്ത് നീ ദീനിലേക്ക് തിരിച്ചു നിർത്തുക. ഫിത്രത്തല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹ. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്.
അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റമില്ല. മലയാളത്തിൽ നമ്മൾ എങ്ങനെ അർത്ഥം പറയാം? അതിന്റെ മാനം എന്തറിയോ? ഐ ലാ തബ്ദീല ലിദീനില്ലാഹ്, അള്ളാഹിന്റെ ദീനിൽ ഒരു മാറ്റമില്ല. അള്ളാഹിന്റെ ദീനിൽ ഒരു മാറ്റമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ ലാ തബ്ദീല ലിദീനില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം വലകിൻ അക്തറൻ നാസ് ലാ യഅലമൂൻ. അതത്രയും വക്രതയില്ലാത്ത ഋജുവായ ചൊവ്വായ നേരായ സിറാത്തുൽ മുസ്തഖീമായ മതം, അതാണ് ഇസ്ലാം. പക്ഷേ മനുഷ്യരിൽ അധിക പേര് മനസ്സിലാക്കുന്നില്ല. ഏതാണ് ഇസ്ലാം? ഹനീഫിയത്താണ്. ഹനീഫിയ. അല്ലാഹു അക്ബർ കബീറ. ഈ ഹനീഫിയത്ത് ഉൾക്കൊണ്ടവനാണ് ഉത്തമമായ മതക്കാരൻ. ശരിക്ക് ദീനുള്ളവനാരാ? ആരാ മുസ്ലിം? എന്താ ഇസ്ലാം? ഈ ഹനീഫിയത്ത് ഉൾക്കൊള്ളവനാണോ ഉത്തമമായ മതക്കാരൻ. എന്താ ദലീൽ? വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാ 125-ാമത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞെന്തറിയോ? ومن أحسن دينا ممن أسلم وجهه لله ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. എന്തായി? മുഹ്സിനായിക്കൊണ്ട്, സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും ഹനീഫായി ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ടെന്ന്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ കബീറ. ഇവിടെ ആദ്യം പറഞ്ഞ വാക്കെന്താ? സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയവൻ. രണ്ടാമത്തത് ഹനീഫായി, അഥവാ മാഇലൻ അലി ശിർക്ക് ഇല തൗഹീദ്. അങ്ങനെ ഹനീഫായിക്കൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരനാരുണ്ട്? ഇതിന് ദീനിന്റെ കാര്യത്തിൽ കൂടുതൽ നല്ലവനായി ആരുണ്ടെന്ന്. അപ്പൊ ഏറ്റവും നല്ല ദീന് ഹനീഫിയത്താണ്. അതന്നെ ഇവിടെ മുഹമ്മദ് നബി ദഅവത്ത് നടത്തിയത്. ആ ദീൻ അവിടെ പൂർത്തീകരിച്ചത് അതാണ് ഇസ്ലാം. അന്നഹു അത്തൗഹീദ് ഖാലഹു ഇബ്നു അബ്ബാസ്. ഇവിടെ ഉത്തമ മതം എന്ന് പറഞ്ഞാൽ തൗഹീദാണ് ഉദ്ദേശിക്കുന്നത്. തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ ഒരേ ഒരു വഴി. മാത്രമല്ല ഈ ഹനീഫിയത്ത് ഉപേക്ഷിക്കുന്നവരാണ് പമ്പരവിട്ടി മൂഢന്മാർ. വിചാരിക്കുന്നതിന്റെ വകയാണ്. അല്ല, അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തു അൽ ബഖറ 130-ാമത്തെ ആയത്ത് ഓതിപ്പോയതാ റമളാൻ. നമ്മളിതൊക്കെ ഓതിപ്പോകുന്നതാണ് പലപ്പോഴും. ഇതൊക്കെ വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ, സ്വന്തം ആത്മാവിനെ വിഡ്ഢിയാക്കിയവനല്ലാതെ, മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവൻ സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കിയവനാണ്. ഈ ആയത്തിന്റെ തഫ്സീർ എന്തറിയോ? അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് എടുത്തു കൊടുക്കുന്നിടത്ത് പറയാണ്, യഖൂലു തബാറക വതആല റദ്ദൻ അലൽ കുഫാരി ഫീമാ ഇബ്തദഊഹു വഅഹ്ദഥൂഹു മിനശ് ശിർക്ക് ബില്ലാഹ് അൽ മുഖാലിഫ് ലിമില്ലത്തി ഇബ്രാഹിം അൽ ഖലീൽ ഇമാമിൽ ഹുനഫാക്കളുടെ ഇമാമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തിന് വിരുദ്ധമായി കാഫിറുകൾ ദീനിൽ പുതുതായി കൊണ്ടുവന്ന അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന വിഷയത്തിൽ അവരെ ഖണ്ഡിക്കുകയാണ് അള്ളാഹു ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ജറദ തൗഹീദ റബ്ബിഹി തബാറക വതആല ഫലം യദ്ഉ മഅഹു ഗൈറ വലാ അശ്റക ബിഹി തർഫത ഐൻ വതബറഅ മിൻ കുല്ലി മഅബൂദിൻ സിവാ. അദ്ദേഹം ഇബ്രാഹിം നബി ശുദ്ധമായ തൗഹീദ് മാത്രം അനുഷ്ഠിച്ചു. അല്ലാഹു അല്ലാത്ത ആരോടും ഇബ്രാഹിം നബി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ഒരാളോടും. ഇബ്രാഹിം നബിക്ക് മുമ്പുണ്ടായിരുന്ന നൂഹ് നബിയോടോ അബുൽ അംബിയ അബുൽ ബഷർ ആദമിനോടോ ഏതെങ്കിലും മലായിക്കത്തുകളോടോ ജിന്നിനോടോ ഒന്നിനോടും ഇബ്രാഹിം നബി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും. വല്ലാത്ത വാക്കാണ്. ഒരു നിമിഷം പോലും. അതായത് തൊർഫത്ത് ഐൻ എന്നാൽ കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും, കണ്ണിന്റെ ഒരു ഇമ വെട്ടുന്ന നിമിഷം പോലും അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല.
വതബറഅ മിൻ കുല്ലി മഅബൂദിൻ സിവാ. ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധകർ നിലനിന്നൊരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ബാപ്പയാണ് ഏറ്റവും വലിയ പുരോഹിതൻ. ബാപ്പയാണ് ഒരു വിഗ്രഹത്തിന് ദിവ്യത്വം നൽകുന്ന ആള്, ദിവ്യത്വ പരിവേഷത്തിലേക്ക് വിഗ്രഹത്തെ കൊണ്ടുപോകുന്ന ആള്. എന്നിട്ട് പോലും അല്ലാഹുവല്ലാത്ത ആരാധിക്കപ്പെടുന്ന സകലതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹം ഒഴിവായി. സ്വന്തം പിതാവിൽ നിന്ന് പോലും ഒഴിവായി. നോക്കി നിങ്ങള്, ഏതൊരു മനുഷ്യനും ഒന്നില്ലെങ്കിൽ ബാപ്പാന്റെ മാർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമൂഹത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തു പോകും. എന്നാൽ ഇബ്രാഹിമു അലൈഹി സ്വലാത്തു വസ്സലാമാരാണ് ഐ മുഅ്മിനൻ വഹദ വന്നാസു ഇദാ ദാക കുല്ലുഹും കുഫാർ. ഏകനായ മുസ്ലിം. നാട്ടിലുള്ളവരൊക്കെ കുഫറില്ല. ഒറ്റക്കാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒറ്റക്കാവും. നമ്മൾ ഒറ്റക്കായാൽ, എന്റെ പുരയിൽ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഏറ്റെടുക്കേണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാരെ ഏറ്റെടുക്കേണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തകരുണ്ടാകും. എന്നാൽ ഇബ്രാഹിം നബിനെ പുരയെന്ന് പുറത്താക്കി. നാട്ടിലാരും ഏറ്റെടുക്കാല്ല, കാരണം നാട്ടുകാർ പുറത്താക്കാണ്. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അന്യാധീനമാക്കപ്പെട്ടവൻ, അട്ടിയോടിക്കപ്പെട്ടവൻ. എന്തിന്റെ പേരിൽ? ഇസ്ലാമിന്റെ പേരിൽ, തൗഹീദിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, ശിർക്കിന്റെ ഒരു അംശം പോലും ജീവിതത്തിലേക്ക് വേണ്ടത് വെച്ചതിന്റെ പേരിൽ. ആ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പലയിടത്തും അഡ്ജസ്റ്റ്മെന്റ്, കച്ചവടത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, ബിസിനസ് രംഗത്ത് അഡ്ജസ്റ്റ്മെന്റ്, ചില വസ്ത്രധാരണത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, ചില സന്ദർഭത്തിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. കാരണം നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാനാവൂലെന്ന്. വല്ലാഹുൽ മുസ്തആൻ. നിങ്ങൾ ഹനീഫിയത്തിലല്ല, അഥവാ ദീനിലല്ല, അങ്ങനെ പറയുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമല്ല. ഹനീഫിയത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന. ഓക്കേ, നിങ്ങൾ ഇബ്രാഹിം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ ഒഴിവാകുന്നു. ഞാനില്ലാണ്, ശിർക്കിന് ഞാനില്ല, എന്നെ കിട്ടൂല. അതന്നെ മുഹമ്മദ് നബി പറഞ്ഞത്, ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അനാ ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും. നിങ്ങൾക്ക് നിങ്ങളെ മതം എന്ന് പറഞ്ഞാൽ അശ്ശിർക്ക്, കുഫർ, വലിയ ദീൻ. എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം. വേറിട്ട് നിർത്തി, അഡ്ജസ്റ്റ് ചെയ്തില്ല. ബിസിനസ് നടക്കണ്ടേ? ഇല്ല, നടന്നില്ല. തൂക്കൂല, ഞാൻ വെക്കൂല, ഞാൻ അങ്ങനത്തെ ഒരു പരസ്യം അവിടെ വെക്കൂല. വയറ് തള്ളി കഴുത്തിൽ കൊട ചൂടി നിൽക്കുന്ന, വർഷത്തിലൊരിക്കൽ മാത്രം ആ അനുശോചനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരാളുടെ ചിത്രം എന്റെ കടക്ക് മുന്നിൽ വേണ്ട. കച്ചവടം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തൂക്കൂല. ഒരു തോരണവും ഞാൻ തൂക്കൂല, ഒന്നിന്റെ പേരിൽ ഞാൻ തൂക്കൂല. കച്ചവടം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പൂട്ടിപ്പോയാലും കുഴപ്പമില്ല. അതാണ് ഏറ്റവും ചെറിയൊരു വാക്കാണെന്തറിയോ? നല്ല കല്യാണം കഴിക്കാൻ പറഞ്ഞു ചെറുപ്പക്കാരോട്, നല്ല സ്വാലിഹായ പെണ്ണിനെ നോക്കി കെട്ടാൻ പറഞ്ഞു. എന്തറിയോ? തരിപത്തി യഥാക്കുന്ന മണ്ണ് പോരണ്ടാലും, ഏത് അവിടെ പോലും കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും കുടുങ്ങിയാലും ഇല്ല, ദീന് വിട്ടുള്ള കളി വേണ്ട. അതിൽ ഏറ്റവും പ്രധാനമാണ് തൗഹീദ്. അവിടെ ഇബ്രാഹിം നബി തെളിഞ്ഞു നിൽക്കുന്നത്, അവിടെയാണ് ആ മാർഗം ഇസ്ലാമായി പരിചയപ്പെടുത്തുന്നത്. അതാണ് മുഹമ്മദ് നബിയോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞത്. സഹാബത്ത് നിലകൊണ്ടതാണ്. രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അതിനെതിരാകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുനിൽക്കാനും നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ഹനീഫിയത്തിന്റെ അളവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ അഹ്ലുകാരെയുമൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണമായി നമ്മെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ശിർക്കിൽ നിന്നും ശിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും അള്ളാഹു നമ്മൾ അകറ്റി നിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുഷ്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. എവിടെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീനിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു അഫ്വും ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.